പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിൽ. ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിൽ. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനായ സുനിലിനെ അദ്ദേഹത്തിന്റെ വളപ്പായയിലുള്ള വീട്ടുപടിക്കൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയായ പത്തനംതിട്ട അടൂർ അങ്ങാടിക്കൽ നോർത്ത് സ്വദേശി കാർത്തിക് എന്നയാളെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KG സുരേഷ്, മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ സിറ്റി സാഗോക് ടീമും മെഡിക്കൽ കോളേജ് പോലീസും സംയുക്തമായാണ് പ്രതിയെ പിടികൂടിയത്. 2025 നവംബർ 20 രാത്രി 11:50 കേസിനാസ്പദമായ സംഭവം നടന്നത്. വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി വാഹനത്തിലെത്തിയ സംഘം സുനിലിനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ശാസ്ത്രീയവും സാങ്കേതികവുമായ അന്വേഷണത്തിലൂടെയാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ വർഷം പീച്ചിയിൽ നടന്ന സ്വർണ്ണ കവർച്ച ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കാർത്തിക്. കൃത്യത്തിന് ശേഷം കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ട് ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് അറിയിച്ചു. ഈ സംഘം കേരളത്തിലെ കുഴൽപ്പണ കവർച്ചകളിലും പങ്കാളികളാണ്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആലപ്പുഴ കരുവാറ്റ സ്വദേശികളായ ആദിത്യൻ, ഗുരുദാസ് എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് വേണ്ടി സംഘം ചേർന്ന സിജോ, തോംസൺ, എഡ്വിൻ, ഡിക്സൺ എന്നിവരെ സംഭവം നടന്ന 3 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ സംഭവം നടന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ തൃശൂർ സിറ്റി പോലീസിന് കഴിഞ്ഞു. അന്വേഷണ സംഘത്തിൽ SI ഷാജു, സാഗോക് ടീം അംഗങ്ങളായ PK പളനിസ്വാമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജി ചന്ദ്രൻ, കൃഷ്ണപ്രസാദ്, രജിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സുനീപ്, സിംസൺ, ശ്രീജിത്ത്, നൈജോൺ, അരുൺ, മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എബ്രഹാം എന്നിവരുമുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് CCV.